രാവിലെ എഴുന്നേറ്റ് കുറച്ചു നേരം ടി വി കാണണമെന്ന് വിചാരിച്ചതാ. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായേ. നമ്മുടെ വീട്ടിലത് ടി വി കാണാനില്ലേ. ടി വി എങ്ങോട്ടാണാവോ പോയേ. എനിക്ക് തോന്നണത് ആരോ അടിച്ചു മാറ്റിണ്ടാവുന്ന്. അത് മാത്രല്ല, എൻ്റെ ഡൈനിങ് റൂമില് ടേബിൾ ഉണ്ട്, പക്ഷെ ചെയറൊന്നും കാണാനില്ല. ആ ചെയർ ആരാണാവോ അടിച്ചു മാറ്റിയേ. ഇവിടെ പിന്നെ എൻ്റെ ലാപ്ടോപ്പും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി പോയി. അത് മാത്രല്ല, എൻ്റെ വീടിൻ്റെ പുറത്ത് ഇഷ്ടം പോലെ ചെയർ ഉണ്ടായിരുന്നു, അതും കൂടി പോയി. എല്ലാം പോയി. എൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടായിരുന്നു. ആ ക്യാഷ് ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് ചെന്ന് നോക്കി നോക്കാം. ആ മിക്കവാറും അവിടെ ക്യാഷ് ഉണ്ടാവില്ല. ഞാൻ ഇവിടെ ആയിരുന്നു എടുത്തു വെച്ചേ. ആ, ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ ക്യാഷും കൂടി കാണാനില്ല. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കോടികൾ ഉണ്ടായിരുന്നു, എല്ലാം പോയി. എന്നാലും ആരാണവോ ഈ പണി ഒപ്പിച്ചേ. അവനെ ഞാൻ ഇന്ന് വെറുതെ വിടാൻ പോണില്ല, അത് ഉറപ്പാ. എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ എന്തായാലും കുറച്ച് ക്യാഷ് കാണും. എത്രയുണ്ട്? ഏയ്, $0. ഓ, ആ കള്ളൻ എൻ്റെ ATM കാർഡും കൂടിയും അടിച്ചു മാറ്റി. അല്ല, എന്നാലും പിൻ നമ്പർ എങ്ങനെ കിട്ടിയേ? ചിലപ്പോൾ ഹാക്ക് ചെയ്തിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. എന്തൊട്ടായാലും എൻ്റെ കയ്യിലിപ്പോൾ ഒന്നുമില്ല, 10 പൈസ ഇല്ല. അല്ല, ഈ ഷിൻചാനും പിഞ്ചാനും എവിടെയാ? ആ, ഇവരിത് എവിടെ നിൽക്കണ്ടല്ലോ. എടാ ഷിൻചാനെ, പിഞ്ചാനെ, നിങ്ങൾ വലുതും അറിഞ്ഞാ? ആ ഫ്രാങ്ക്ലിൻ അണ്ണ, നമ്മളെല്ലാം മറിഞ്ഞു. ഞാനും പിടിച്ചാനും അണ്ണന്റെ BMW എടുത്തിട്ട് പുറത്തേക്ക് കറങ്ങാൻ പോയാലോന്ന് ആലോചിച്ചതാ. നോക്കുമ്പോ അണ്ണന്റെ BMW കാണാനില്ല. ഏ, എൻ്റെ BMW കാണാനില്ലെന്നാ? ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കി നോക്കട്ടെ. വണ്ടി മേടിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. ചേടാ, എൻ്റെ BMW M5 കോമ്പറ്റീഷൻ അതും കൂടി പോയേക്കാണ്. ഞാൻ ആ സിമിയോടെ ഷോറൂമിൽ നിന്ന് 1 കോടിക്കാണ് മേടിച്ചത്. ഇപ്പോൾ അതും കൂടി എൻ്റെ കയ്യിലില്ല. പക്ഷെ ഈ കാണുന്ന കാറും ബൈക്കില്ലേ, അത് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ആ കള്ളന് ഇതും കൂടി അടിച്ചു മാറ്റായിരുന്നില്ലേ? എന്തിനാ ഇത് ബാക്കി വെച്ചേ? എൻ്റെ വീടിൻ്റെ വാതിലും കൂടി പോയേക്കാ. ഒരു മിനിറ്റ്, അപ്പുറത്തെ സോമൻ ചേട്ടൻ്റെ വീട്ടിൽ എന്താ അവസ്ഥ എന്ന് നോക്കി നോക്കാം. ഇനി അവിടെയും കള്ളം കയറിയോന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റ്, എനിക്കവിടെ പോലീസിൻ്റെ വണ്ടി കാണാണ്ട്. ഓ, അവിടെ ശരിക്കും പോലീസ് ഉണ്ട്. എനിക്ക് തോന്നണതേ സോമൻ ചേട്ടൻ്റെ വീട്ടിലും കള്ളൻ കയറിയെന്നാ. ഒരു മിനിറ്റ്, നമുക്ക് അയാളുടെ അടുത്തേക്ക് ചെന്ന് നോക്കാം. ഡാ സോമ, എന്താ പ്രശ്നം? എന്താ അവിടെ പോലീസൊക്കെ? എന്തുട്ട് പറയാനാ, ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ ഒരു കള്ളം കയറി. എന്നിട്ട് എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റി. എല്ലാം അടിച്ചു മാറ്റി, ഒരെണ്ണം പോലും ബാക്കി വെച്ചില്ല. എൻ്റെ അണ്ടർവെയർ വരെ അവർ അടിച്ചു മാറ്റി. ഡോ, നിന്റെ പേരെന്താ? എൻ്റെ പേര് ഫ്രാങ്ക്ലിന്നാ. ഇന്നലെ രാത്രി എൻ്റെ വീട്ടിലും കള്ളം കയറി, എന്നിട്ട് എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റി. ഏയ്, പക്ഷെ സോമൻ പറയണത് ആ കള്ളൻ നീയാന്ന്. ഏ, ഞാനാ? എടാ സോമ, നിനക്കെന്താ പ്രാന്തുണ്ടാ? ഇന്നലെ രാത്രി എൻ്റെ വീട്ടിലും കള്ളം കയറി കടാ. എടാ ഫ്രാങ്ക്ലിനെ, നീ ഇനൊന്നും പറയണ്ട. മര്യാദയ്ക്ക് നമ്മുടെ കൂടെ സ്റ്റേഷനിലേക്ക് പോരെ. അയ്യോ സാറേ, ഞാൻ സത്യമായിട്ടും സോമന്റെ വീട്ടിലേക്ക് കയറിയിട്ടില്ല. പക്ഷെ സോമന് നിന്റെ നേരെ സംശയം ഉണ്ടെന്ന്. അതുകൊണ്ട് നമ്മുടെ കൂടെ സ്റ്റേഷനിലേക്ക് പോരെ. ഓ, അപ്പൊ ഇന്നലെ രാത്രി സോമനും എൻ്റെ വീട്ടിലേക്ക് വന്നിണ്ടാവുക. ഇപ്പൊ എൻ്റെ വീട്ടിൽ ഒരു സാധനം പോലും ബാക്കിയില്ല. എനിക്കിപ്പോ സോമന്റെ നേരെ നല്ല സംശയമുണ്ട്. എടാ സോമ, നീ ഇന്നലെ രാത്രി ഫ്രാങ്ക്ലിന്റെ വീട്ടിലേക്ക് കയറിയ? ഏയ് ഇല്ല സാറേ, ഞാൻ ഇന്നലെ രാത്രി ഫ്രാങ്ക്ലിന്റെ വീട്ടിലേക്ക് കയറിയിട്ടില്ല. അത് ശരി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, രണ്ടുപേരും സ്റ്റേഷനിലേക്ക് പോരെ. അയ്യോ വേണ്ട സാറേ, എനിക്കിപ്പോ ഫ്രാങ്ക്ലിന്റെ നേരെ സംശയമൊന്നുമില്ല. ഫ്രാങ്ക്ലിൻ അല്ല ഇന്നലെ രാത്രി എൻ്റെ വീട്ടിലേക്ക് കയറിയേ, അത് ഉറപ്പാ. പക്ഷെ എനിക്ക് സംശയമുണ്ട്, ഇവൻ തന്നെയാണ് ഇന്നലെ രാത്രി എൻ്റെ വീട്ടിലേക്ക് കയറിയേ, എന്നിട്ട് എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റി. എടാ സോമ, എന്നാ പിന്നെ നമ്മുടെ കൂടെ സ്റ്റേഷനിലേക്ക് പോരെ. ബാക്കി നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. എടാ ഫ്രാങ്ക്ലിന്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്റെ നേരെ സംശയമൊന്നുമില്ലെന്ന്. പക്ഷെ എനിക്ക് സംശയമുണ്ട് സാറേ, ഇവൻ ആൾ ഉടായ്പാണ്. എടാ സോമ, മര്യാദയ്ക്ക് നമ്മുടെ കൂടെ സ്റ്റേഷനിലേക്ക് വന്നേക്ക്. അതായിരിക്കും നിനക്ക് നല്ലത്. എന്നാലും ഈ സോമന് എന്തിന്റെ കേടാണാവോ? ഫ്രാങ്ക്ലിൻ അണ്ണ, എന്തായി? നമ്മുടെ BMW കിട്ടിയാ? എവിടെ കിട്ടാൻ? അത് പോയി, ഇനി അത് കിട്ടാനൊന്നും പോണില്ല. ഞാൻ ആ സോമൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. അവൻ്റെ വീട്ടിലും ഇന്നലെ രാത്രി കള്ളം കയറിയേക്ക. ഇപ്പോഴത്തെ പോലീസൊക്കെ വന്നു. സോമൻ പറയാ ഇന്നലെ രാത്രി ഞാനാണ് സോമൻ്റെ വീട്ടിലേക്ക് കയറിയെന്ന്, എന്നിട്ട് എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റിയെന്ന്. ഈ സോമന് വില പ്രാന്തുണ്ട്. ഇവിടെ എൻ്റെ വീട്ടിൽ തന്നെ ഒരു സാധനം പോലും ബാക്കിയില്ല. അത് ശരി, എന്നിട്ടിപ്പോ എന്തുണ്ടായി? എന്നിട്ടിപ്പോൾ എന്തുണ്ടാവാൻ? ഞാൻ അന്നേരം പറഞ്ഞു സോമനാണ് എൻ്റെ വീട്ടിലേക്ക് കയറിയെന്ന്. അന്നേരം പോലീസ് സോമനെ അറസ്റ്റ് ചെയ്തു. സോമൻ എനിക്കിട്ട് പണി തരാൻ നോക്കിയതാ, പക്ഷെ ഒത്തില്ല. അല്ല ഷിൻചാനെ, ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാ? ഏയ്,
ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രത്യേകത ഒന്നുമില്ല. ഇന്ന് എന്റെ ബർത്ത്ഡേ പോലുമല്ല. ഇന്ന് എൻ്റെ കൂടിയും ബർത്ത്ഡേ അല്ല. പിന്നെ എന്താണത് പ്രത്യേകത? ഒരു മിനിറ്റ്, ഞാൻ ലെസ്റ്ററിന്റെ അടുത്ത് ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. ഹലോ ഫ്രാങ്ക്ലിനെ, പറടാ. എടാ ലെസ്റ്ററെ, നീ വലുതും പറഞ്ഞാ ഇന്നലെ രാത്രി എൻ്റെ വീട്ടിലെ കള്ളം കയറി. അതിനിപ്പോ ഞാൻ എന്ത് വേണം? ഞാനല്ല നിന്റെ വീട്ടിലേക്ക് കയറിയേ. ആടാ അതെനിക്കറിയാം, നീ അല്ല എൻ്റെ വീട്ടിലേക്ക് കയറിയെന്ന്. അത് മാത്രല്ലടാ, അപ്പുറത്തെ സോമൻ ചേട്ടൻ്റെ വീട്ടിലും കള്ളം കയറി. ഓ, അപ്പുറത്തെ സോമൻ ചേട്ടന്റെ വീട്ടിലും ഞാനല്ല കയറിയേ. എടാ ഫ്രാങ്ക്ലിനെ, ഇന്നലെ രാത്രി എൻ്റെ വീട്ടിലും കള്ളം കയറി. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും കുറെ ക്യാഷും ഉണ്ടായിരുന്നു. അതെല്ലാം ആ കള്ളൻ അടിച്ചു മാറ്റി. ഇപ്പൊ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല. അത് ശരി, അപ്പോൾ നിന്റെ വീട്ടിലും കള്ളം കയറിയില്ലേ? അല്ല ലെസ്റ്ററെ, ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ആ ഉണ്ടല്ലോ, ഇന്ന് $2 ഡേ ആണ്. $2 ഡേയാ? അതെന്തുട്ടാ? എടാ മുന്നേ $1 ഡേ ഉണ്ടായില്ലേ, അതേപോലെ തന്നെ $2 ഡേ. നമ്മൾ എന്ത് സാധനം മേടിക്കുകയാണെങ്കിലും അതിന് $2 മാത്രമേ ചെലവാകുള്ളൂ. ഓ, അത് കൊള്ളാലോ. ആ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, പോയി കിടന്നുറങ്ങിക്കോ. കിടന്നുറങ്ങിക്കോളാനാ? അതെന്തത്? ലോസ് ആൻഡോസിൽ ഇവിടെ $2 ഡേ ആയിട്ട് ഞാനിവിടെ കിടന്നുറങ്ങ്? അത് ശരിയാവില്ലേ? അല്ലാണ്ട് പിന്നെ നീ എന്തൊരു ചെയ്യുക? നിന്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ 10 പൈസ ഇല്ല. എനിക്ക് ഈ കാര്യം മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ പൈസ ഒക്കെ എടുത്ത് വെച്ചാന്. ഇപ്പോൾ എൻ്റെ കയ്യിലും 10 പൈസ ഇല്ല. ഓ, ഇനിയിപ്പോൾ എന്തൊരു ചെയ്യാ? എങ്ങനെയെങ്കിലും കുറച്ച് ക്യാഷ് സെറ്റാക്കണം. അല്ല ലെസ്റ്ററെ, എന്തെങ്കിലും മിഷൻസ് ഉണ്ടോ ചെയ്യാനായിട്ട്? ആ ഉണ്ട്, ഒരു മിഷൻ ഉണ്ട്. നീയേ എനിക്ക് വേണ്ടിയിട്ട് ഒരു $2 സെറ്റാക്കി താ. അതാണ് മിഷൻ. ആ ബെസ്റ്റ്, വെച്ചോണ്ട് പോയേ. ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എടാ ഷിൻചാനെ, പിൻചാനെ, ഇന്നത്തെ ദിവസം $2 ഡേ ആടാ. നമ്മൾ എന്ത് ഐറ്റം മേടിക്കുകയാണെങ്കിലും $2 മാത്രമേ ചിലവാകുള്ളൂ. പക്ഷെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യില് $2 പോയിട്ട് $1 പോലും ഇല്ല. ആ ശരിയാണ്, ഇപ്പൊ നമ്മുടെ കയ്യിൽ 10 പൈസ ഇല്ല. പിന്നെ എന്തുടെ ചെയ്യാനാ? ഇന്നത്തെ ദിവസം ഒരു തരത്തില് വേസ്റ്റാണ്. എടാ പിൻചാനെ, അങ്ങനെയൊന്നും പറയല്ലേ. ഇന്നത്തെ ദിവസം വേസ്റ്റ് ആവുന്നില്ല. കാര്യം നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അത് ശരിയാണ്. എൻ്റെ കയ്യിൽ കോടികൾ ഉണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സെറ്റാക്കണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാം. എന്തുട്ടായാലും നമുക്ക് അധികം പൈസ വേണ്ടി വരില്ല. ഒരു $100 ഉണ്ടായാൽ മതി, അതൊക്കെ ധാരാളാ. എൻ്റെ കയ്യിൽ ഈ ഒരു വണ്ടിയുണ്ട്. ഈ വണ്ടി വിൽക്കണമെന്ന് ഞാൻ ആലോചിക്കണേ. പക്ഷെ ഇത് വിറ്റ് കഴിഞ്ഞാൽ $2 മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് വേറെ ഏതെങ്കിലും വഴി നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഷിൻചാനും പിൻചാനും വണ്ടിയിൽ കയറിയേക്കാണ്. എടാ ഷിൻചാനെ, പിൻചാനെ, നിങ്ങൾക്ക് എന്തുട്ടാ വേണ്ടേ? എനിക്കൊരു വലിയ വീടും പിന്നെ ഒരു സൂപ്പർ കാറും വേണം. എനിക്കൊരു പ്രൈവറ്റ് ജെറ്റും പിന്നെ ഒരു ബൈക്കും. അല്ല ഇതിനൊക്കെ പൈസ വേണ്ടേ? പൈസ എങ്ങനെ സെറ്റാക്ക? എടാ പിൻചാനെ, നമുക്ക് പൈസ സെറ്റാക്കാം. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. ഒരു മിനിറ്റ്, എൻ്റെ കയ്യിൽ ഒരു സൂപ്പർ കാർ ഉണ്ടായിരുന്നു, എനിക്ക് ഓപ്ഷന്ന് കിട്ടിയത്. അത് സിമിയോന്റെ ഷോറൂമിലല്ലേ. നമുക്ക് സിമിയോനെ വിളിച്ച് ചോദിച്ചു നോക്കാം ആ വണ്ടി അവിടെ ഉണ്ടോന്ന്. എടാ സിമിയോനെ, ഇന്നാളെ ഞാൻ BMW മേടിക്കാൻ വന്നില്ലേ, അന്നേരം ഞാൻ ഒരു സൂപ്പർ കാറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ. ആ കാർ ഞാൻ നിന്റെ ഷോറൂമിന്റെ പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും അവിടെ ഉണ്ടാ? ഇല്ലടാ, ഇപ്പൊ എൻ്റെ ഷോറൂമിൽ ഒരു വണ്ടി പോലും ഇല്ല. ഷോറൂമിൻ്റെ അകത്തൂല പുറത്തൂല. ഇന്നലെ രാത്രി എൻ്റെ ഷോറൂമിൽ ഒരു കള്ളം കയറി, എന്നിട്ട് എല്ലാ വണ്ടികളും അടിച്ചു മാറ്റി. ആ ബെസ്റ്റ്, അപ്പോൾ അതും പോയി. ഇന്നലെ രാത്രി എൻ്റെ വീട്ടിലും കള്ളം കയറി, ലെസ്റ്ററിൻ്റെ വീട്ടിലും കള്ളം കയറി, എല്ലാവരുടെ വീട്ടിലും കള്ളം കയറി. ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ശരിയപ്പോൾ അങ്ങനെ ആ വണ്ടിയും കൂടിയും പോയി. ഇപ്പം നമ്മുടെ കയ്യിൽ ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. അല്ല ഇനിയിപ്പോൾ എങ്ങനെ ക്യാഷ് സെറ്റാക്കുക? ഇവിടെ ജോലി വലുതും കിട്ടുമോ? ജോലിക്ക് കയറിയിട്ടും കാര്യമൊന്നുമില്ല. ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും $2 ഡേ കഴിയും. നമുക്ക് വേറെ ഏതെങ്കിലും വഴി നോക്കണം. ഒരു മിനിറ്റ്, എനിക്ക് അവിടെ എന്തോ കാണണ്ടല്ലോ, ഒരു സ്ലൈഡ് പോലത്തെ സംഭവം. അണ്ണാ, എനിക്ക് തോന്നണത് അത് വല്ല റാം ചലഞ്ച് ആവുന്ന്. നമുക്കതിൽ പോയിട്ട് പങ്കെടുത്താലോ? ആടാ ഷിൻചാനെ, അതൊരു നല്ല ഐഡിയ ആണ്. നമുക്ക് ആ റാം ചലഞ്ചിൽ പോയിട്ട് പങ്കെടുക്കാം. അപ്പോഴെങ്കിലും കുറച്ച് ക്യാഷ് കിട്ടുമല്ലോ. ഓക്കെ, ഇവിടെ നമ്മൾ ആ റാമ്പിൻ്റെ അടുത്തേക്ക് എത്തിയേക്കാണ്. പക്ഷെ ഇങ്ങനെ മേലേക്ക് കയറുക, നമുക്ക് ഒരു ഹെലികോപ്റ്റർ വേണ്ടി വരും. അല്ലാണ്ട് ഇതിൻ്റെ മേലേക്ക് കയറാൻ പറ്റില്ല. ആ റാമ്പ് ഒന്നാമത്തേന് എയറിലാണ് നിൽക്കണേ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു ഹെലികോപ്റ്റർ വേണ്ടി വരും, അല്ലാണ്ട് മേലേക്ക് കയറാൻ പറ്റില്ല. ഹെലികോപ്റ്റർ ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടുക മിക്കവാറും എയർപോർട്ടിൽ കിട്ടുമെന്ന് വിചാരിക്കണു. എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ എയർപോർട്ടിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയേക്കാണ്.
ഇവിടെ കുറച്ച് ഹെലിപ്പാഡ് ഉണ്ട്, പക്ഷെ ഇവിടെ ഒന്നും ഹെലികോപ്റ്റർ ഇല്ല. ഷേ, നമുക്ക് ഭാഗ്യമില്ലല്ലോ. ഇവിടെ പിന്നെ ജെറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. ജെറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് ഹെലികോപ്റ്റർ തന്നെ വേണം. ഒരു മിനിറ്റ്, മുമ്പിൽ ഒരു വെയർ ഹൗസ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഹെലികോപ്റ്റർ ഉണ്ടാവോ? ഓക്കെ, അതിൻ്റെ അകത്ത് ഹെലികോപ്റ്റർ ഒന്നും ഇല്ല. അപ്പോൾ എയർപോർട്ടിൽ ഹെലികോപ്റ്റർ ഇല്ല. പിന്നെ ഹെലികോപ്റ്റർ കിട്ടുന്ന വേറൊരു സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഓക്കെ, അവിടെ ഒരു ഹെലികോപ്റ്റർ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും ആട്ടെ, നമുക്കിനി ഇതെടുത്തിട്ട് ആ റാമ്പിൻ്റെ മേലേക്ക് പോവാം. ഈ ഹെലികോപ്റ്റർ കുഴപ്പമൊന്നുമില്ല, ഇതിൽ 4 ആൾക്ക് ഇരിക്കാൻ പറ്റും. എടാ ഷിൻചാനെ പിഞ്ചാനെ, വേഗം വന്ന് കയറ്, നമുക്ക് അല്ലെങ്കിൽ സമയമില്ല. ഓക്കെ, ഇവിടെ ഞാൻ റാമ്പിൻ്റെ മേലെ എത്തിയേക്കാണ്. ഇവിടെ ശരിക്കും ഒരു റാം ചലഞ്ച് നടക്കുന്നുണ്ട്. കാറ് വെച്ചിട്ടാണ് റാം ചലഞ്ച്. ഓക്കെ, ഷിൻചാനും പിഞ്ചാനും ഇറങ്ങിയിട്ടുണ്ട്. അല്ല, ഇതെന്തത്? ഇത് ഏതേ കാണാപ്പിച്ചക്കൻ അവിടെ ഡാൻസ് കളിക്കാണല്ലോ. ഹലോ ചേട്ടാ, ഇവിടെ ഏതെങ്കിലും ചലഞ്ചൊക്കെ നടക്കണ്ട? ആ, ഇവിടെ ചലഞ്ചൊക്കെ നടക്കണ്ടായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, നീ തിരിച്ച് വീട്ടിലേക്ക് പൊക്കോ. ഇവിടെ ചലഞ്ചൊക്കെ കഴിഞ്ഞു. ഏയ്, അത് ശരിയാവില്ല. ഇങ്ങനൊരു ചലഞ്ച് ഇവിടെ നടക്കണ്ടെന്ന് എന്താ നമ്മളെ അറിയിക്കാണ്ടിരുന്നേ? ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ, വല്ലപ്പോഴൊക്കെ ന്യൂസ് ഇരുന്ന് കാണണം. ന്യൂസ് എങ്ങനെ ഇരുന്ന് കാണാ? എൻ്റെ വീട്ടിൽ ടി വി ഇല്ല, അതാരോ അടിച്ചു മാറ്റിയേക്കാ. ഓ, നിന്റെ വീട്ടിൽ മാത്രല്ല, ഇന്നലെ എല്ലാവരുടെ വീട്ടിലും കള്ളം കയറിയേക്ക. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇവനാരാ? ഇവൻ എന്തിനാ ഡാൻസ് കളിക്കണേ? ഇവനാണ് ഈ ചലഞ്ചിൽ ജയിക്കുന്ന ആൾക്കാർക്ക് $11 ക്യാഷ് പ്രൈസ്. ഓ, അത് കൊള്ളാലോ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു ചലഞ്ച് ആവുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 ആൾക്കാരെങ്കിലും വേണം, അല്ലാണ്ട് അതൊരു ചലഞ്ച് ആവില്ല. ഇതിപ്പോൾ ഒരാൾ മാത്രം പങ്കെടുത്തിട്ട് അവന് മാത്രം ക്യാഷ് പ്രൈസ് കിട്ടുക, അത് ശരിയാവില്ല. ഒരു ചലഞ്ച് ആവുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 ആൾക്കാരെങ്കിലും വേണം. ഓ, അങ്ങനെയാണോ? എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യ്. അപ്പോൾ നിനക്ക് കിട്ടും $11 ക്യാഷ് പ്രൈസ്. ആ, അങ്ങനെയാണോ? എന്നാൽ പിന്നെ അവൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ല, എന്തുകൊണ്ട് ചെയ്യണ്ടേ? അതുകൂടിയും പറഞ്ഞായോ? ആ, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇഷ്ടം പോലെ വണ്ടികൾ ഇരിക്കുന്നുണ്ട്, അതിന് ഒരു വണ്ടി സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരെ കാണുന്ന ആ മേസ് ബാങ്കിന്റെ ടവർ ഇല്ലേ, അത് കടന്നു പോണം. കാരണം ഇവൻ മേസ് ബാങ്ക് വരെയാണ് എത്തിച്ചേ. ഓ, അത്രേ ഉള്ളോ? ഇതൊക്കെ സിമ്പിള്. നമുക്ക് അതിനായിട്ട് ഒരു നല്ല വണ്ടി സെലക്ട് ചെയ്യണം. എടാ ഷിൻചാനെ പിഞ്ചാനെ, ആ ചേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ, നമുക്ക് ആ മേസ് ബാങ്കിന്റെ ടവർ ഇല്ലേ, അത് കടക്കണം. അതിനായിട്ട് നമുക്ക് നല്ലൊരു വണ്ടി വേണം. ഇതിൽ ഏത് വണ്ടി എടുക്കുക? ഫ്രാങ്ക്ലിൻ അണ്ണ, ആ 3ാമത്തെ വണ്ടി എടുത്തോ, അത് നല്ല പവറുള്ള വണ്ടിയാ. ഏത്? ഈ ഓറഞ്ച് കളർ വണ്ടിയാ? നമുക്കൊന്ന് നോക്കി നോക്കാം. ഇത് മേസ് ബാങ്കിന്റെ ടവർ കടന്നാൽ മതിയായിരുന്നു. അതെ ചേട്ടാ, അവനോടെ അധികം സന്തോഷിക്കേണ്ടെന്ന് പറഞ്ഞേക്ക്. ഞാനിപ്പോൾ അവൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓ, ഈ വണ്ടിയിൽ ടർബോയും ഉണ്ട് കേട്ടാ. എന്തെങ്കിലും ആവട്ടെ, അവനെ ഒറ്റയ്ക്ക് പോയിട്ട് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് വലിയ ആളാവാൻ നോക്കുക. ഞാനിപ്പോൾ ശരിയാക്കി കൊടുക്കാം. ഈ വണ്ടിയിൽ പിന്നെ ടർബോയും ഉണ്ട്. ലെറ്റ്സ് ഗോ. ഈശ്വര, മേസ് ബാങ്കിന്റെ ടവർ കടന്നാൽ മതിയായിരുന്നു. അയ്യോ, ചതിക്കല്ലേ. ആ, ഇവിടെ ഇപ്പോൾ ഞാൻ മേസ് ബാങ്കിന്റെ ടവർ കടന്നു വിട്ടാ. ആ, കടന്നു. മേസ് ബാങ്കിന്റെ ടവർ കടന്നു. എന്തെങ്കിലും ആവട്ടെ, ഇതൊക്കെ സിമ്പിൾ ചലഞ്ചായിരുന്നു. ഞാൻ വിചാരിച്ചത് ആ പൊട്ടൻ ബീച്ച് വരെ എത്തിച്ചിട്ടുണ്ടാവുമെന്ന്, പക്ഷെ അവൻ മേസ് ബാങ്ക് വരെ എത്തിച്ചുള്ളൂ. ആ റെക്കോർഡ് ഇപ്പോൾ ഞാൻ ഏതായാലും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ ക്യാഷ് പ്രൈസ് എൻ്റെ. ഹലോ ചേട്ടാ, ഞാനുണ്ടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ ക്യാഷ് പ്രൈസ് എനിക്ക് തന്നേക്ക്. ഒരു മിനിറ്റ്, ഇവൻ കുറേ നേരമായില്ലോ. എന്നാ പിടിച്ചോ. ഇതേ കിടക്കണോ അവിടെ, കുറേ നേരമായി. ഒറ്റയ്ക്ക് പോയിട്ട് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് വലിയ ആളാവാൻ നോക്കുക. ചേട്ടാ, ആ ക്യാഷ് പ്രൈസ് അങ്ങ് തന്നേക്ക്. ഓക്കെ ഗൈസ്, ഇവിടെ എനിക്ക് $11 ക്യാഷ് പ്രൈസ് കിട്ടിയേക്കാണ് കേട്ടാ. അത് മാത്രല്ല, ആ ചേട്ടൻ നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ളൊരു വണ്ടി സെലക്ട് ചെയ്യാന്ന് സ്വന്തമായിട്ട്. ഇതിലിപ്പോൾ ഏത് വണ്ടി എടുക്കുക? ഇവിടെ ഞാൻ ഷിൻചാന് പിഞ്ചാന് 3 ആൾക്കാരുണ്ട്. ഇവിടെ ഈ ഒരു വണ്ടി മാത്രമേ 4 സീറ്ററുള്ളൂ. നമുക്കപ്പോൾ ഈ വണ്ടി എടുക്കാം. ഇത് പക്ഷേ ടെമ്പററി ആയിട്ട് എടുക്കണുള്ളൂ. നമുക്ക് പിന്നീട് നല്ലൊരു സൂപ്പർ കാർ മേടിക്കണം. എടാ ഷിൻചാനെ പിഞ്ചാനെ, വണ്ടിയിൽ കയറ്. ഇനി ഇത് അടിയിലേക്ക് ഇറക്കണമല്ലോ. എങ്ങനെ ഇറക്കുക? ഓക്കെ ഗൈസ്, ഈ വണ്ടി ഞാൻ എങ്ങനെയൊക്കെയോ അടിയിലേക്ക് ഇറക്കിയേക്കാണ്. വണ്ടിയുടെ പണിക്കുറ്റം ഏകദേശം തീർന്നു. എന്തെങ്കിലും ആട്ടെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ള സാധനം മേടിക്കാം. എടാ ഷിൻചാനെ പിഞ്ചാനെ, നിങ്ങൾക്ക് എന്തൊട്ടാ വേണ്ടേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഒരു സൂപ്പർ കാർ വേണം, സൂപ്പർ ബൈക്ക് വേണം, ഒരു വീട് വേണം,
ജെറ്റ് വേണം, പിന്നെ ഒരു ബോട്ടും. ഏയ് ഇത് കുറേ ഉണ്ടല്ലോ. സൂപ്പർ ബൈക്ക്, സൂപ്പർ കാറ്, ജെറ്റ്, ബോട്ട്, പിന്നെ ഒരു വീട്. 5 ഐറ്റംസ് ഉണ്ട്. ആ ശരിയാ, പൈസ തികയും. എന്തുട്ടായാലും $2 മാത്രം ചിലവാവുള്ളൂ. എൻ്റെ കയ്യിലിപ്പോൾ ഏതായാലും $11 ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഓ ഇതിപ്പോൾ എവിടെ കൊണ്ടിട്ട് അടിച്ചേ? ഓൾറെഡി വണ്ടിയുടെ പണിക്കുറ്റം തീർന്നേക്ക. നമുക്കൊന്ന് ഒരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് ഒരു പ്ലെയിൻ അങ്ങ് മേടിക്കാം. പ്ലെയിൻ ഇപ്പോൾ എവിടെ നിന്ന് മേടിക്കുക? നേരത്തെ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിണ്ടായിരുന്നു, പക്ഷെ അവിടെ നല്ല പ്ലെയിനൊന്നും ഇല്ല. നമുക്ക് ഒന്ന് സിമ്യോണെ വിളിച്ച് ചോദിച്ചു നോക്കാം. എടാ സിമ്യോണെ, നല്ലൊരു പ്ലെയിൻ എവിടെ നിന്ന് കിട്ടുക? നേരത്തെ ഞാൻ എയർപോർട്ടിലേക്ക് പോയി നോക്കി, പക്ഷെ അവിടെ നല്ല പ്ലെയിനൊന്നും ഇല്ല. എനിക്കൊരു വെറൈറ്റി പ്ലെയിൻ വേണം. ഓ പ്ലെയിനാ, ഞാനവിടെ ഒരു പ്ലെയിൻ മേടിക്കാൻ നിൽക്കുമായിരുന്നു. ഇന്ന് $2 ഡേ അല്ലേ? എൻ്റെ കയ്യിൽ പക്ഷെ $1 മാത്രമേ ഉള്ളൂ. ആടെ സിമ്യോണെ, അത് കുഴപ്പമില്ല. നീ എനിക്ക് ഒരു പ്ലെയിനിൻ്റെ ലൊക്കേഷൻ പറഞ്ഞതാ. നിനക്ക് ഞാൻ അന്നേരം $1 തരാം. അപ്പോൾ നിന്റെ കയ്യിൽ $2 ആവുമല്ലോ. നീ എന്നിട്ട് ആ $2 വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തോ? ഓ എനിക്കും ഒരു പ്ലെയിൻ മേടിക്കണം എന്നുണ്ടായിരുന്നു. ആ കുഴപ്പമില്ല, നിനക്ക് ഞാൻ ഒരു പ്ലെയിനിൻ്റെ ലൊക്കേഷൻ അയച്ചു തരാം. അത് കഴിഞ്ഞിട്ട് മറക്കാണ്ട് ആ $1 അയച്ചെന്നോളൂട്ടാ. ആടെ സിമ്യോണെ, $1 തരാം. നീ ആദ്യം ആ പ്ലെയിനിൻ്റെ ലൊക്കേഷൻ അയച്ചാ. ഓക്കെ ഗൈസ്, സിമ്യോൺ അയച്ചെന്ന ലൊക്കേഷനിലേക്ക് എത്തേക്കാണ്. പക്ഷെ ഇവിടെ എനിക്ക് പ്ലെയിനൊന്നും കാണാനില്ല. പോരാത്തന്നെ ഇതൊരു സ്ക്രാപ്പിയാടാ. ഇനിയിപ്പോൾ നമ്മൾ പ്ലെയിന് സ്ക്രാപ്പായിട്ടാണോ മേടിക്കാൻ പോണേ? ഫ്രാങ്ക്ലിൻ അണ്ണ, സിമിയോൺ നമ്മളെ ചതിച്ചു എന്നാ തോന്നണേ. ഏയ് അങ്ങനെ വരാൻ വഴിയില്ല. അഥവാ ഇവിടെ പ്ലെയിൻ ഇല്ലെങ്കിൽ പിന്നെ ഞാനൊന്ന് സിമ്യോണെ വെറുതെ വിടാൻ പോണില്ല. ഇവിടെ അല്ലെങ്കിലും സമയമില്ല. ഒരു മിനിറ്റ്, ഇതൊന്നൊരു സാധനം. ഇവിടെ ശരിക്കും പ്ലെയിൻ ഉണ്ട്. പക്ഷെ ഇത് പ്ലെയിൻ ആണോ റോക്കറ്റ് ആണോ എന്തുടെ സംഭവം എന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരാൾ നിൽക്കണ്ട്, ഒന്ന് ചോദിച്ചു നോക്കാം. ഏയ് ഇതെന്തത്? ഇയാള് പാൻ്റ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. ഹലോ ചേട്ടാ, ചേട്ടൻ എന്താ പാൻ്റ് ഒന്നും ഇടാണ്ട് നിൽക്കണേ? അതെന്റെ ഇഷ്ടം, ഞാൻ പാൻറ് ഇടണോ വേണ്ടേന്ന്. അല്ല നീ ആരാ? എന്തോടാ കാര്യം? ഏയ് ഒന്നുമില്ല. ഞാൻ ദേ ഈ കാണുന്ന പ്ലെയിൻ ഇല്ലേ, അത് അടിച്ചു മാറ്റാൻ വന്നതാ. അത് ശരി, അത്രയ്ക്കയ്യ. ഞാനിപ്പോ പോലീസിനെ വിളിക്കാൻ പോവാ. പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ തന്നെ പെടുള്ളൂ. ചേട്ടന് എന്നൊരു കാര്യം അറിയോ? ഇന്ന് ലോസ് ആൻഡോസിൽ $2 ഡേയാ. നമ്മളിന്ന് എന്ത് ഐറ്റം മേടിക്കണമെങ്കിലും $2 മാത്രം ചിലവാവുള്ളൂ. അതുകൊണ്ട് ഈ പ്ലെയിൻ ഇല്ലേ, എനിക്ക് $2 അങ്ങ് തന്നേക്ക്. അയ്യോ, ഈ പ്ലെയിന് $2 കൊണ്ടുപോവല്ലേ? ഇതിന് അത്യാവശ്യം നല്ല വിലയുണ്ട്. ഞാനിത് ഒളിപ്പിച്ചേക്കാൻ നോക്കിയതാ, പക്ഷെ നടന്നില്ല. ചേട്ടാ അത് പിന്നെ ചേട്ടൻ്റെ കയ്യിലും ഇപ്പോൾ $2 വരുമല്ലോ. അന്നേരം പുതിയൊരു പ്ലെയിൻ വാങ്ങിച്ചോ. അതിനിപ്പോൾ എന്താ കുഴപ്പം? ശരി, എന്നാ പിന്നെ ഈ പ്ലെയിൻ അങ്ങ് എടുത്തോ. ആ $2 അങ്ങ് തന്നേക്ക്. ഓക്കെ ഗൈസ്, ഈ പ്ലെയിന് ഞാൻ അങ്ങനെ മേടിച്ചേക്കാണ്. എന്നാലും ഇത് എന്തുട്ടാണോ സംഭവം? ഫ്രാങ്ക്ലിൻ അണ്ണ, നമ്മളും അണ്ണന്റെ കൂടെ വരട്ടെ? എടാ ഷിൻചാനെ, ഈ വണ്ടിയിൽ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങളപ്പോൾ ഇരുത്താൻ പറ്റില്ല. അതെ, നിങ്ങളൊരു കാര്യം ചെയ്യ്. നമുക്കിപ്പോൾ ഏതായാലും നല്ലൊരു വീട് വേണമല്ലോ. നിങ്ങൾ പോയിട്ട് നല്ലൊരു വീടങ്ങ് കണ്ടുപിടിക്ക്.